പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയാണിന്ന്. ചമക്താ ഹെ താജ് എന്ന 2ാമത്തെ യൂണിറ്റിലെ പാഠം ചമക്താ ഹെ താജിലെ മറ്റു പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മോർ കെ ബാരെ മേ ജുംലെ ഓർ സെ പഠിയെ. ഇവിടെ ഒരു മോറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മോറുമായി ബന്ധപ്പെട്ട 4 സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 4 സെൻറ്റൻസ് വായിക്കാനാണ് പറഞ്ഞത്. യേ മോർ ഹെ, ഇത് മയിലാകുന്നു. മോർ ഏക്ക് ഖൂബ്സൂരത് പരിന്ദ ഹെ, മോർ ഒരു മനോഹരമായ പക്ഷിയാണ്. മോർ നാച്താ ഹെ, മോർ എന്ത് ചെയ്യുന്നു? ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. മോർ ജംഗൽ മേ രഹത്താ ഹെ, മോർ എവിടെയാണ് താമസിക്കുന്നത്? ജംഗലിലാണ് താമസിക്കുന്നത്. ഈ 4 വരി എഴുതിയതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പക്ഷിയുടെ ചിത്രം വരച്ച്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ മോറിൻ്റെ ചിത്രമുണ്ട്, മോറിന് പകരം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ ചിത്രം ഈ കോളത്തിൽ വരയ്ക്കുക. വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിറം കൊടുക്കാം. നിറം കൊടുത്തതിന് ശേഷം ഇവിടെ എഴുതിയതുപോലെ ഒരു 4 വരി നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചിത്രം വരയ്ക്കുകയാണ് വേണ്ടത്. ചിത്രം വരച്ചതിന് ശേഷം ആ ചിത്രം വരച്ചിട്ട് ഇതുപോലെ നമുക്ക് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എഴുതുന്നത് എന്തിനെക്കുറിച്ച് നമുക്ക് എഴുതാം? നിങ്ങൾ പറയും. തോത്തയെക്കുറിച്ച് എഴുതാം അല്ലേ? തോത്തയെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, തോത്തയെക്കുറിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ തോത്തയെക്കുറിച്ച് എഴുതി നോക്കാം. യേ മോർ ഹെ. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തോത്തയുടെ ഹെഡിങ് എഴുതാം അല്ലേ? തോത്ത എന്ന് ഞാൻ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. തോത്ത ഹെഡിങ് എഴുതിയതിന് ശേഷം ഇതിലെ ആദ്യത്തെ വരി നമുക്ക് നോക്കാം. ആദ്യത്തെ വരി യേ മോർ ഹെ എന്നതാണ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? യേ തോത്ത ഹെ, ഇത് തത്തയാകുന്നു. ഇനി രണ്ടാമത്തെ വരി ഇതിൽ നോക്കുന്നു. മോർ ഏക്ക് ഖൂബ്സൂരത് പരിന്ദ ഹെ, മോർ മനോഹരമായ ഒരു പക്ഷിയാണ് അല്ലേ? ഭംഗിയുള്ള പക്ഷിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തോത്തയെയും പറയാം. തോത്ത ഏക്ക് ഖൂബ്സൂരത് പരിന്ദ ഹെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഖൂബ്സൂരത് പരിന്ദ എന്നത് നമ്മൾ എഴുതി. മൂന്നാമത്തേത് മോർ നാച്താ ഹെ, മോർ ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. പക്ഷേ തോത്ത നമുക്ക് നൃത്തം ചെയ്യുന്നു എന്ന് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തോത്ത എന്ത് ചെയ്യും? സംസാരിക്കും അല്ലേ? തോത്ത സംസാരിക്കും. അപ്പോൾ തോത്ത സംസാരിക്കുന്നു എന്നതിന് തോത്ത ബോൽത്താ ഹെ എന്ന് പറയാം, അല്ലെങ്കിൽ ബാത്ചീത് കർത്താ ഹെ എന്ന് എഴുതാം. തോത്ത ബോൽത്താ ഹെ എന്ന് പറയാം, അല്ലെങ്കിൽ തോത്ത ബാത്ചീത് കർത്താ ഹെ എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് 4ാമത്തെ വരിയാണ്. 4ാമത്തെ വരിയിൽ എന്താ ഇവിടെ ഉള്ളത്? മോർ ജംഗൽ മേ രഹത്താ ഹെ, മോർ ജംഗൽ മേ രഹത്താ ഹെ. തോത്ത ജംഗൽ മേ രഹത്താ ഹെ എന്ന് എഴുതാം അല്ലേ? തോത്ത ജംഗൽ മേ രഹത്താ ഹെ. ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെക്കുറിച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാം. എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവയെക്കുറിച്ച് എഴുതുക. ഓക്കെ, റെഡിയല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. അടുത്ത പ്രവർത്തനം ചമക്താ ഹെ താജിലെ നസം തറന്നും കെ സാത്ത് ഗായിയെ, ഈണത്തിൽ പാടാനാണ്. ഇത് നമ്മുടെ പാഠത്തിലുള്ള അതേ വരികൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പാടുന്നില്ല, അതുപോലെ വായിക്കുന്നുമില്ല. നല്ലപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി നല്ലപോലെ ഇത് ഈണത്തിൽ ചൊല്ലുക. ഈണത്തിൽ ചൊല്ലിയിട്ട് കവിത വായിച്ച് സമാന പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതൂ എന്നതാണ്. സമാന ശബ്ദപദങ്ങൾ, ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ സമാന ശബ്ദപദങ്ങൾ. അപ്പോൾ ഈ പാട്ടിലെ സമാന ശബ്ദപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ താജ്, രാജ് എന്നിവിടെ ഉണ്ട്. താജ്, രാജ്, ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരേ ശബ്ദം വരുന്ന പദങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഹമാര, അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത് ഇതേ സ്ഥലത്ത് വരുന്ന പ്യാര എന്നത്.
വത്തൻ എന്നതും വത്തൻ എന്നതും രണ്ടും ഒരേ പദമാണ്, അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല. അതേസമയം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വത്തൻ എന്നതും വത്തൻ എന്നതിൻ്റെ ഇതേ സ്ഥലത്ത് ഈ ഭാഗത്ത് വരുന്ന ചമൻ എന്നതും എഴുതാൻ പറ്റും. അപ്പോൾ ഹമാര എന്നായി പ്യാര, ഹമാര പ്യാര ഒരു ജോഡിയായി. വത്തൻ ചമൻ എന്നതെന്തായി? രണ്ടാമത്തെ ജോഡിയായി. ഇനി മൂന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞു താജ് എന്നതും രാജ് എന്നതും എഴുതാൻ പറ്റും അല്ലേ? താജ് രാജ് എന്ന് എഴുതാൻ പറ്റും. ഇനിയോ ആങ്കോങ്ക താരാവത്തൻ. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാനുള്ളൂ. ഈ രണ്ട് ഹമ്മാവാസ് അൽഫാസ് ഇവിടെ എഴുതിയാൽ അത് പൂർത്തിയാക്കാൻ കഴിയും അല്ലേ? അഥവാ ആ രീതിയിൽ അത് പൂർത്തിയാക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? 1 1 1, ഇത് രണ്ടും 1, ഇത് രണ്ടും രണ്ടാമത്തെ, ഇത് 3 മൂന്നാമത്തത്. ഓക്കെ, ഈ 3 എണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, അതെഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ പാട്ട് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പാടുക. എന്നിട്ട് ഇതിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ. ഇതുപോലെ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ ഹിന്ദുസ്ഥാനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതാ ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. രണ്ടാമത്തെ വരി നോക്കാം നമുക്ക്. ഹമാര വത്തൻ സബ്സെ പ്യാര വത്തൻ. അപ്പോൾ ഹമാര വത്തൻ സബ്സെ പ്യാര വത്തൻ ഹേ, ഹമാര വത്തൻ സബ്സെ പ്യാര വത്തൻ ഹേ എന്ന് തന്നെ എഴുതിയാൽ. ഹമാര വത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യം. സബ്സെ പ്യാര വത്തൻ ഹേ, സബ്സെ പ്യാര വത്തൻ ഹേ എല്ലാറ്റിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട രാജ്യമാകുന്നു, മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ രാജ്യമാകുന്നു എന്നെഴുതാം. ഇനി മുഹബ്ബത്ത് ഹേ അപ്നെ വത്തൻ സേ ഹമേ. ഇതിൽ ഹേ എന്നുള്ളത് ഏറ്റവും അവസാനമേ വരുള്ളൂ അല്ലേ? ഇവിടെ ഹിന്ദുസ്ഥാൻ ഹേ എന്ന് പറഞ്ഞ് ഈ സെൻറ്റൻസ് എഴുതിയപ്പോൾ ഈ ഹേ എന്നത് ലാസ്റ്റിലാണ് വന്നത്. അതുപോലെ തന്നെ മുഹബ്ബത്ത് ഹേ എന്ന് പറയുമ്പോൾ ഈ സാധനം ഈ ഹേ എന്നത് ഏറ്റവും ലാസ്റ്റ് എഴുതുക. അപ്പോൾ വത്തൻ അപ്പിനെ വത്തൻ സേ ഹമേ, ഹമേ നോക്കിക്കോളൂ കേട്ടോ. ഈ വരി ഞാൻ പറഞ്ഞുതരും, ഈ വരി നിങ്ങൾ അതുപോലെ എഴുതി നോക്കണം. ഓർഡർ നോക്കിയാൽ മതി. ഹമേം അപ്പിനെ വത്തൻ സേ, ഹമേം അപ്പിനെ വത്തൻ സേ മുഹബ്ബത്ത് ഹേ, ഹമേ അപ്പിനെ വത്തൻ സേ മുഹബ്ബത്ത് ഹേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ വരിയും എഴുതാം. ഇത് ഞാൻ ഇനി പറഞ്ഞു തരുന്നില്ല, ഇത് നിങ്ങൾ എഴുതണം. ഹമേ അപ്പിനെ വത്തൻ സേ മുഹബ്ബത്ത് ഹേ, മുഹബ്ബത്ത് ഹേ. അടുത്ത വരി നിങ്ങൾ എഴുതാം കേട്ടോ. അടുത്ത വരി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏത് ഓർഡറിലാണോ എഴുതിയത് അതുപോലെ തന്നെ ഈ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി യഹാൻ ചാന്ദിനി മേ ചമക്താ ഹേ താജ്, യഹാ ചാന്ദിനി മേ താജ് ചമക്താ ഹേ. ഹേ എന്നുള്ളത് ലാസ്റ്റല്ലേ വരുള്ളൂ, അവസാനമേ വരുള്ളൂ. അപ്പോൾ ചമക്താ ഹേ എന്നുള്ളത് അവസാനമാണ് വരിക. യഹാ ചാന്ദിനി മേ ചാന്ദ് ചമക്താ ഹേ, യഹാ ചാന്ദിനി മേ താജ് ചമക്താ ഹേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയെക്കുറിച്ച് സെൻറ്റൻസുകൾ എഴുതണം. ഈ സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പാട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അത് എഴുതാനും കഴിയും. ഈ രീതിയിൽ നമുക്കിവിടെ എഴുതാം. ചമക്താ ഹേ താജ്, അർത്ഥീനെന്താ? കർത്താ ഹേ എന്നാണ് അവസാനം ഉള്ളത്. അപ്പോൾ രാജ് കർത്താ ഹേ എന്നതാണ് അവസാനം വരിക. ഓക്കെ, ഇവിടെ ഹമേം പ്യാർ അപ്പിനെ എല്ലോറാസേ ഹേ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഹമേ അപ്പിനെ എല്ലോറാസേ പ്യാർ ഹേ, ഹമേ അപ്പിനെ അജന്താസേ പ്യാർ ഹേ. ഈ രീതിയിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതുക. അതാണ് ഇവിടെയുള്ള പ്രവർത്തനം. അടുത്ത് ഭീഡ് മേ അകേലെ എന്നതാണ് അല്ലേ? ആൾക്കൂട്ടത്തിൽ തനിയെ ഒരു കഥയായിരുന്നു. എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കൂ കേട്ടോ. ഗാന്ധിജി, ഇതാരെക്കുറിച്ചുള്ളതാണ്? ഗാന്ധിജിയെക്കുറിച്ചുള്ളതാണ്.
അപ്പോൾ എന്താണ് എഴുതിയതെന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. യേ ഹമാരേ പ്യാരേ ഗാന്ധിജി ഹെ, ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയാണ് അല്ലേ, ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയാണ്. ഉൻകോ ഹം പ്യാർ സെ ബാപ്പുജി പുകാർത്തേ ഹെ, അദ്ദേഹത്തെ നാം സ്നേഹത്തോടെ ബാപ്പുജി എന്നാണ് വിളിക്കുന്നത് അല്ലേ, എല്ലാവരും ബാപ്പുജി എന്നാണ് ഗാന്ധിജിനെ വിളിക്കുന്നത്. ഉൻകാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹൈ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അല്ലേ, പൂരാനാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാകുന്നു. വോ ഗുജറാത്ത് കെ പോർബന്ദർ മേ പൈദാ ഹുയേ, വോ ഗുജറാത്തിലെ പോർബന്ദർ മേ, പോർബന്ദറിലാണ് ജനിച്ചത്. പൈദാ ഹുയ എന്ന് പറഞ്ഞാൽ ജനിച്ചത്. ഗാന്ധിജി ഹിന്ദുസ്ഥാൻ കെ ബാബായെ ഖൗം ഹെ, ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ബാബായെ ഖൗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവാണ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി ഞാൻ ഈ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങളിതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഓക്കെ, ഗാന്ധിജി കോൻ ഹെ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആരായിരുന്നു ഗാന്ധിജി? ഗാന്ധിജി ആരാണ്? ഗാന്ധിജി കോൻ ഹെ, ഗാന്ധിജി ആരാകുന്നു? ഗാന്ധിജി ആരാണ്? ഗാന്ധിജി ഹിന്ദുസ്ഥാൻ കെ ബാബായെ ഖൗം ഹെ അല്ലേ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ഗാന്ധിജി കഹാം പൈദാ ഹുയേ, അത് തൊട്ടുമേലുണ്ട്. വോ ഗുജറാത്ത് കെ പോർബന്ദർ മേ പൈദാ ഹുയേ. അടുത്തതോ ഗാന്ധിജി കാ പൂരാ നാം ക്യാ ഹെ, അത് അതിൻ്റെ തൊട്ടുമേലെ. ഉൻകാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ താഴോട്ട് ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഈ രീതിയിൽ എഴുതാം. 1, 2, 3 ഈ വരികളാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഏറ്റവും താഴെയുള്ള വരി, അതിൻ്റെ മുകളിലുള്ള വരി, അതിൻ്റെ മുകളിലുള്ള ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര്, ഈ രീതിയിൽ എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കൂ. ജവഹർലാൽ നെഹ്റു. ബച്ചോ ദേഖിയെ ജവഹർലാൽ നെഹ്റു ഹെ, ഇതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീർ ആസം ഹെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. വോ അലഹാബാദ് മേ പൈദാ ഹുയെ, അലഹബാദിലാണ് ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? അലഹാബാദിലാണ് ജനിച്ചത്. ബച്ചെ ഉൻകോ ചാച്ചാജി പുക്കാർത്തേ ഹെ, കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഉൻകെ വാലിദ് ഖാ നാം മോത്തിലാൽ നെഹ്റു ഹെ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്, വാലിദ് പറഞ്ഞാൽ ഉപ്പയാണ് കേട്ടോ, അബ്ബയാണ്. അബ്ബയുടെ മറ്റൊരു പേരാണ് വാലിദ് എന്നത്. വാലിദിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നായിരുന്നു. ചാച്ചാജി കോ ഗുലാബ് കാ ഫൂൽ ബഹുന്ത് പസന്ത് ത, ചാച്ചാജിക്ക് ഗുലാബ് പൂവ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗുലാബിൻ്റെ പൂവ്, ഗുലാബ് പറഞ്ഞാൽ റോസ് പൂവ് അല്ലേ, റോസ് പൂവ് വലിയ ഇഷ്ടമായിരുന്നു. ഇനി ചോദ്യം നോക്കൂ. ബച്ചു ജവഹർലാൽ നെഹ്റു കോൻ ഹെ, ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? അപ്പോൾ നമ്മൾ ഇന്ന് ഗാന്ധിജി രാഷ്ട്രപിതാവായിരുന്നു. ജവഹർലാൽ നെഹ്റു ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീർ ആസം ഹെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഒന്നാമത്തിൻ്റെ ഉത്തരം ഈ വരിയാണ് കേട്ടോ, മാർക്ക് ചെയ്തതാണ്, അതിവിടെ എഴുതണം. അടുത്ത് വോ കഹാ പൈദാ ഹുയേ, എവിടെയാണ് ജനിച്ചത്? അത് വോ അലഹാബാദ് മേ പൈദാ ഹുയെ. അപ്പോൾ രണ്ടാമത്തെ വരി മാർക്ക് ചെയ്തത്. ഇനി മൂന്നാമത്തത് വോ ജവഹർലാൽ നെഹ്റു കെ വാലിദ് കാ നാം ക്യാ ഹെ, ജവഹർലാൽ നെഹ്റു കെ വാലിദ് കാ നാം, ഉൻകെ വാലിദ് കാ നാം മോത്തിലാൽ നെഹ്റു ഹെ. മൂന്നാമത്തെ വരി. ഓക്കെ, ഇനി നാലാമത്തത് ബച്ചെ പ്യാർ സെ ജവഹർലാൽ നെഹ്റു കോ ക്യാ പുകാർത്തി ഹെ, കുട്ടികൾ എന്തായിരുന്നു വിളിച്ചത്? അപ്പോൾ പുക്കാർത്തെ എന്ന് ഈ വരിയിലല്ലേ, അപ്പോൾ ഇതാണ് ചാച്ചാജി പുക്കാർത്തെ അവസാനത്തിന്. അപ്പോൾ 1, 2, 3 നാലാമത്തിൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ. ഒന്നാമത്തെ, രണ്ടാമത്തെ ഇതുവരെയാണ്, മൂന്നാമത്തത്, നാലാമത്തത്. ഓക്കെ, 4 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.